വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, സന്തോഷത്തിൻ്റെ ഒരു വാർത്തയാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ഇനിമേൽ പാപമില്ല, ദൈവസ്നേഹം. ഇനിമേൽ അന്ധകാരമില്ല, സത്യപ്രകാശം. ഇനിമേൽ സങ്കടമില്ല, സന്തോഷം മാത്രം. ഇപ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ നമ്മുടെ എല്ലാം രക്ഷയ്ക്കായി രാജാതിരാജനായ കർത്താവായ യേശു മിശിഹ ഈ ഭൂലോകത്തിലേക്ക് ജനിച്ചിരിക്കുന്നു. നമ്മൾ ഈ ക്രിസ്മസിലേക്ക് നമ്മൾ അടുത്തോടിരിക്കുന്നു. ഇനി ഏതാണ്ട് 2 ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ രക്ഷകനായ ഈശോ കടന്നു വരാൻ വേണ്ടി. നമുക്കറിയാം, കർത്താവായ യേശു മിശിഹയെ ഹൃദയത്തിൽ സ്വീകരിക്കണം, ഭവനത്തിൽ സ്വീകരിക്കണം, ഇടവകയിൽ സ്വീകരിക്കണം. അതിലെല്ലാം അപ്പുറത്ത് ഈ ദൈവത്തെ സ്വീകരിച്ചാൽ മാത്രമല്ല, സ്വീകരിച്ച ശേഷം നമുക്ക് ലഭിച്ച അഭിഷേകം മുഖേന, സ്വീകരിച്ച ശേഷം നമുക്ക് ലഭിച്ച അനുഗ്രഹം മുഖേന ജീവിക്കണം. അതാണ് ഇന്നത്തെ ഒരു സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവമാണ് നമ്മളെ ഏറ്റവും വലിയ സന്തോഷിപ്പിക്കുന്നത്. നമ്മുടെ സന്തോഷത്തിനുള്ള കാരണം കർത്താവായ ഈശോ മിശിഹയാണ്. നമുക്ക് മറ്റേതൊന്നുമില്ല ഈ ഭൂമിയിൽ സന്തോഷിക്കാൻ വേണ്ടി. നമ്മുടെ യഥാർത്ഥ സന്തോഷം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന, ദൈവത്തോടൊപ്പം ആയിരിക്കുക, വിശുദ്ധിയിൽ ജീവിക്കുക. അതാണ് സന്തോഷം. ഈ ക്രിസ്മസിനെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.